ഞാൻ ഒരിക്കലും കാർത്തിനെ കല്യാണം കഴിക്കുന്നു വിചാരിച്ചില്ല. സത്യം ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു ഞാനും. ഇതാണ് ഒരു ദുഃഖം. ഞാനും അയ്യോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടേ, കാർത്തികനെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് ഞാൻ ഓർത്ത് സെറ്റിൽ ചായ വരാൻ നിൽക്കുന്ന ഒരു ചെറുക്കനാണ്. ഞാൻ പോയിക്കോട്ടെ. കാരണം ദോശ സാമ്പാർ വാങ്ങിച്ചു തന്നില്ല എന്ന് അങ്ങനെ ഒരു മെസ്സേജ് അവൾ എനിക്ക് അയച്ചിട്ടുണ്ടോ. ഇത് സെറ്റില് ചായ കൊണ്ടുവരാൻ വരുന്ന ആളാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു ഭയങ്കര ജെന്യുവിൻ കണക്ഷൻ എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞു. അവിടെ നിന്ന് സീരിയസ്ലി അവിടെ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വിചാരിച്ചു ഞാൻ. ആദ്യമൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല, ഞാൻ കാർത്തിനെ മൈൻഡേ ചെയ്യുന്നില്ല. ഞാൻ ഇച്ചിരി സ്റ്റാർ ആണല്ലോ. കാർത്തിയുടെ എന്നെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവനെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് എന്നോടും ചോദിക്കുമല്ലോ അല്ലേ? എന്നോട് ചോദിക്കില്ലേ? കട്ടു എന്റെ ബർത്ത്ഡേ ആണ് പിറ്റേ ദിവസം. ഐ തിങ്ക് വി സ്റ്റാർട്ട് ടോക്കിംഗ്. അന്ന് കുറച്ച് സംസാരിച്ചു. പിന്നെ അന്ന് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു കേക്ക് വാങ്ങിച്ച് സെറ്റിൽ തന്നെ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. എല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കാർത്തിയും ആ ഒരു ബർത്ത്ഡേ കേക്കും മാത്രം. പിന്നെ നമ്മളിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കേക്ക് കഴിച്ച് അങ്ങനെ നമ്മൾ ഭയങ്കര കമ്പനിയായി. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് പോരുന്ന സമയത്ത് നമ്മൾ തിക് ഫ്രണ്ട്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ അതിങ്ങനെ ഡെവലപ്പായി വന്നു. പക്ഷെ എൻ്റെ കൃഷ്ണനാണ് സത്യം. ഞാൻ ഒരിക്കലും കാർത്തിനെ കല്യാണം കഴിക്കുന്നു വിചാരിച്ചില്ല. സത്യം ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു ഞാനും. ഇതാണ് ഒരു ദുഃഖം. ഞാനും അയ്യോ